ഇത് മുബാറക് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എണീറ്റുള്ളൂ, സമയം 6 മണി സംതിങ് ആവണുള്ളൂ. അപ്പോൾ നമുക്ക് പരിപാടിയിലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒക്കെ പോകാൻ കറണ്ട് പോയേക്കാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കുറവാണ്. ഞങ്ങളിതാ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിലാണ് ഇപ്പോൾ ഇടി ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും വാപ്പ ബീഫായിട്ടൊക്കെ വന്നോട്ടോ. രാവിലെ തന്നെ ബീഫൊക്കെ കിട്ടി. ഹൈസും ആണെങ്കിൽ നീറ്റപ്പോൾ തുടങ്ങി കലിപ്പ് മോഡലായിരുന്നു. അവിടെ ഒട്ടും അടുപ്പിക്കണ്ടായിരുന്നില്ല. വാപ്പ അവളെ പിന്നെ സെറ്റാക്കാൻ നോക്കുക. പിന്നെ ഓക്കെ, അപ്പോൾ ഗൈസ് ഉമ്മ അവിടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടക്കാണ്. അമ്മ ഇന്ന് നെയ്ച്ചോറാണ് ബിരിയാണിയാണ്? ബിരിയാണി. അപ്പോൾ ഒന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേറെ പരിപാടി ഉണ്ടെങ്കിൽ അടിച്ചു വാരി തുടക്കണം രാവിലെ തന്നെ. അപ്പം മുറ്റടിച്ച് ഞാൻ ഇനി അടിച്ചു വാരി തുടക്കാനുണ്ട്. അരി കൊടുക്കാൻ പോയതൊക്കെ വന്നു. കൊടുത്ത പൈസ പെരുന്നാപ്പൊടി എന്നാണ് ആരാന്നത്? ആരാച്ച കൊടുത്തത്? കൊച്ചാപ്പ എന്നാണാ? അല്ലാ, ഹൈസുവിന്റെ ഇന്നത്തെ ആദ്യത്തെ പെരുന്നാപ്പൊടി കൊച്ചാപ്പയുടെ വക അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഹൈസു രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര കലിപ്പായിരുന്നു. കലിപ്പ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ പ്രാന്ത് വരണമായിരുന്നു കുറച്ച് നിന്ന്. കാരണം ആള് ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര വാശി. സാധാരണ പണിയില്ലാത്ത ദിവസം ഒരു വാശി ഉണ്ടാവില്ല, ഒരു മുഴുക്കിരിക്കും. പണിയുള്ള ദിവസമാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ആളുടെ സ്വഭാവം. അപ്പൊ ഇന്ന് അട്ടപ്പെട്ടെല്ലാം സെറ്റായ ഒരു സ്വഭാവം വരും. പോരേമാ ചട്ടി പോരെ? ആ മറ്റേ നല്ലാണ്. ഒന്നും ചേർക്കണ്ട, സെറ്റാണ്. ചിക്കൻ ആദ്യം ഇങ്ങോട്ട് മൊത്തം ഇടണോമ്മ? അത് പകുതി പകുതിയായിട്ട് ഫില്ല് ചെയ്താൽ മതി. എങ്ങനെ മൊത്തം ചിക്കൻ ഇടണ? എന്നിട്ട് മുകളിലേക്ക് മൊത്തം, അതല്ലേ നല്ലത്? അല്ല ചിക്കൻ അല്ലല്ല, ബീഫ്. ഇനി നമുക്ക് നമ്മള് ആക്കി വെച്ചാ കാണാൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ ബിരിയാണി. ഇതല്ലാട്ടോ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സ്. അടുക്കളയിൽ പണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പുറത്തേക്ക് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇപ്പം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി അടച്ചു വെക്കാം കേട്ടോ. പരിപാടി കഴിഞ്ഞു. കുറച്ച് ഉമ്മ താപ്പഴത്തേക്കും പപ്പടം പൊരിക്കുക കേട്ടോ. അപ്പൊ അതിന് ഇഞ്ചിക്കറി ഇന്നലെ രാത്രി തന്നെ ഉമ്മ സെറ്റാക്കിയതുകൊണ്ട് വേറെ പണി ഉണ്ടായിരുന്നില്ല. ഉള്ളിക്കറി ഒന്നും ഉണ്ടാക്കിയില്ല, ഇഞ്ചിക്കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ചട്ടിയിലിട്ട് തിന്നുമ്പോൾ വേറെ ടേസ്റ്റ് ആണ് അല്ലേ? പള്ളിയിൽ പോയ ആൾക്കാർ വന്നല്ലോ. ഈ മുതൽ നടന്ന കിട്ടിയത് ഇങ്ങോട്ട് നോക്കിയേസു. എവിടെ പോവാനാ? എനിക്ക് ഉമ്മിക്കാനോട്ടാ പെരുന്നാകാശ്. അവക്കുള്ളൂ. അൽത്താഫ് തരട്ടേട്ടോ, ഉമ്മിക്ക് തരാട്ടോ ഒന്ന് കേട്ടാ? അൽത്താഫേ കേട്ടാ? അൽത്താഫ് തരട്ടേന്ന് അപ്പൊ ഉമ്മിക്ക് തരാന്ന് ഞാൻ കൊടുത്തു ഉള്ളക്ക്. ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ മൂത്താപ്പയുടെ അമ്മയുടെ മക്കളൊക്കെ വന്നു കേട്ടോ. അപ്പൊ ഈ ദിവസം എല്ലാവരും ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ എല്ലാവരുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം അങ്ങനെ ചില്ലായി പോയിട്ടോ. അതിന് ഞാൻ അവർക്കുള്ള ജ്യൂസ് അടിക്കാനുള്ള തരുത്താണ്. ഇവിടെ നിൽക്കും കുട്ടികളെ. ഇതൊക്കെയാണ് എന്റെ കസിൻസ്. ഹസ്ബൻഡിന്റെ ആരാണ്ടി? ഹസ്ബൻഡിന്റെ മൂത്താപ്പയുടെ മക്കളൊക്കെ ഉണ്ടാ. നോക്കട്ടെടി, നോക്കുന്നു. ഡ്രസ് കണ്ടില്ല. അങ്ങനെ ഹൈസും കുച്ചയും കൂടി നാത്തുനെ കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പൊ ഈ വർഷം ഹൈസും പോയി. ബൈ ഐഷ, ബൈ ഗൈസ്. വാടി ഗൈസ്. ഇതാണ് നമ്മുടെ അയൽവക്കത്തെ പിള്ളേര് അല്ലെ? പേരെന്താണ് കുട്ടി? പറയൂ. നാണം വരുന്നുണ്ടോ?
എന്തോ എന്തൊരു കരച്ചിലല്ല അങ്ങനെ അച്ഛൻ്റെ കഥ പറച്ചിലിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ബിരിയാണി ആണല്ലോ, അപ്പം എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. ഉറക്കം പാസ്സാക്കി എണീച്ചപ്പോഴത്തേക്കും എന്താ വാപ്പാടെ പെങ്ങന്മാരോ തന്നെ ഉണ്ടായിരുന്നു കൈപ്പറയും. അങ്ങനെ അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഞാൻ പോയി റെഡി ആയിട്ടോ. കാരണം എൻ്റെ വീട്ടിൽ പോകണമല്ലോ. സാധാരണ പെരുന്നാളിന് ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകാറ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായി. ഒരു ഇറങ്ങിയപ്പോൾ തന്നെ ഞാനും പാക്കറ്റും എടുത്ത് പാക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ വീടെത്തിയപ്പോഴത്തേക്കും 5:30-6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് ഇറങ്ങിയപ്പോ തന്നെ വാപ്പ പുറത്തു പോകാനായിട്ട് റെഡിയായി നിൽക്കായിരുന്നു. എന്താ ഗ്ലാമർ നമ്മുടെ ഫോൺ നോക്കി കിടപ്പോടാം. എന്താണ് ഹൈസും അവതരിപ്പിക്കുന്ന സംഘനൃത്തമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പൈസ എൻ്റെ അടുത്ത് തീരെ സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു 9:30-10 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റാൻഡ് ഇടാൻ നോക്കിട്ടോ. കാരണം ഹൈസുവിന് വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുലുക്കിയൊക്കെ ഓടിച്ച് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടി. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ കുട്ടി വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്